അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഞങ്ങൾ ഇരിക്കുന്നത് ആ സാധുവിന് കാണാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ട് തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വന്നു. അത് ഞങ്ങളടുത്തേക്ക് വരാന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണുങ്ങളെ വേഗം ഔത്തുപോയി അബ്ദുള്ള വരികയാണ്, ഔത്തുപോയി. അപ്പോ ഉമ്മു സലമ കുറച്ച് സംസാരിക്കാൻ കൊടുത്ത് പെട്ടോളോ ബെട്ട ബീവിയാണ്. അവർ ചോദിച്ചു, അലൈസ ഹുവ അഅ്മ, അയാൾ പൊട്ടനല്ലേ നബിയെ? ലാ യുബ്സിറുന, ഞങ്ങളെ കാണൂലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾ അകത്ത് പോയിരിക്കണെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, അഫ അംയാവാനി അൻതുമാ, നിങ്ങൾ കുരുടെത്തിയാളല്ലോ, നിങ്ങൾക്ക് കാഴ്ചയില്ലേ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ കാണുകയില്ലേ? ഹറാമാൻ, കാണാൻ പാടില്ല. അത് കേട്ടപ്പോ ഞങ്ങൾ രണ്ടാളും എഴുന്നേറ്റ് ഓടീന്ന ഉമ്മു സൽമ പറയുന്നത്. അപ്പൊ അങ്ങോട്ടും കാണാൻ വൺ വേ അല്ല, അങ്ങോട്ടും കാണാൻ പാടില്ല, അങ്ങോട്ടും കാണാൻ പാടില്ല. ചില ആൾക്കാർ മനസ്സിലാക്കണം എന്തായാലും നിങ്ങൾ, മൊയ്ലിയാന്മാർക്ക് മാത്രം അത് ഹറാമെന്ന. എത്രയാണ് ഈ മൂല്യർ ഇങ്ങനെ നോക്കുന്നത്? ഒരു പെണ്ണ് പറയാം, ഇത് മൂല്യാർക്ക് മാത്രമുള്ള നിയമല്ലതേ. അതുപോലെ നിങ്ങൾ നോക്കൂ, റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ നാടന്മാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നുകാണെങ്കിൽ ഓരോട് ഇങ്ങനെ കിന്നാരം പറയുമ്പോൾ ഒരു സാധു മൂല്യാർ അതിലൂടെ പോരുകയാണെങ്കിലാണ് ഒരു തിരിഞ്ഞാൽ നിൽക്കലാണ്. മൂല്യാർക്ക് ബാക്കും നാടന്മാർക്ക് മുന്നും. ആരപ്പ ഈ മത്സരം ഉണ്ടാക്കി എനിക്ക് മനസ്സിലാവില്ല. മൂല്യാർക്ക് ഈ ബാക്കേ പറ്റുള്ളൂ എന്ന് ആരതുണ്ടാക്കി? യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, പുരുഷനാണോ അന്യപുരുഷനാണോ, അന്യപ്പെണ്ണിനെ കാണരുത്, അന്യപെണ്ണാണോ അന്യപുരുഷനെയും കാണരുത്. വൺ വേ അല്ല, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്, ഒരേ മാതിരിയുള്ള നിയമമാണ്. അതുകൊണ്ടാണ് ഉമ്മ സലമയോട് ചോദിക്കുന്നത്, അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടാളും കാണുകയില്ലേ? അതുകൊണ്ട് പോയി പെണ്ണുങ്ങളെ അകത്തേക്കെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഞങ്ങൾ ഓടിയെന്ന ഉമ്മു സൽമ ബീവി പറയുന്നത്. എന്താ കർശന കണ്ണോട്ടം വന്നപ്പോഴേ അവിടെയാണ് നമ്മള് മീൻകാരൻ ഇങ്ങനെ പീ പീ പീ, മീൻകാരൻ രാവിലെ മീൻകാരപ്പ അന്യപുരുഷനാ ഉസ്താദേ, ഇപ്പൊ കേൾക്കാണ് മീൻകാര അന്യപുരുഷനാണ്, ഇപ്പൊ കേൾക്കാണ്. മത്സ്യം വിൽക്കുന്നവൻ അന്യപുരുഷനാണ്, വളക്കച്ചവടക്കാരൻ അന്യപുരുഷനാണ്, ടൈലർ ഷാപ്പുകാരൻ അന്യപുരുഷനാണ്, തുണിഷാപ്പുകാരൻ അന്യപുരുഷനാണ്. പിന്നെ നിന്റെ കുടുംബക്കാരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഒരു അന്യപുരുഷന്മാരാവൂലെന്നേ ഉള്ളൂ. പക്ഷെ സൈക്കിളിന്റെ ബെല്ലടി അല്ല, ബെല്ലടി അതാണ് ഇതക്കല. ഈ പീ പീ ഇതിന് കേൾക്കുമ്പോഴേക്ക് പെണ്ണുങ്ങളിൽ ഇറങ്ങല്ലേ, ഇന്നലത്തെ മീൻ തന്നെയാന്നു, മറ്റേ ഉള്ളൂ എന്നൊക്കെ അടിച്ചു. ഓനെ കാണുന്നതിന്റെ മുമ്പ് അവളെ കിന്നാരം അങ്ങട്ട്, ഓനാണെങ്കിൽ ഭയങ്കര മറ്റല്ല അയിലുണ്ട്. അങ്ങനെ എന്ത് ഇസ്ലാമാണ് സഹോദരന്മാരെ ഇത്? അങ്ങനെ ഒരു വീട്ടിൽ ഒരു പെണ്ണ് മാത്രമേ മീൻ വാങ്ങാനുള്ളതുള്ളൂ എങ്കിൽ ആ പെണ്ണ് അകത്തിരുന്നുകൊണ്ട് മീന്റെ പാത്രം വിരിക്ക് പുറത്തേക്ക് നീട്ടിക്കൊടുക്കട്ടെ, കച്ചവടക്കാരൻ അതിൽ മീനിട്ട് കൊടുക്കട്ടെ. അതിന്റെ പേരിൽ പരസ്പരം ദർശനമോ സ്പർശനമോ പാടില്ല. ആര്? സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണെങ്കിൽ, സ്വർഗത്തിൽ പോകേണ്ട ആണാണെങ്കിൽ അവരോടേ സംസാരമുള്ളൂ. അതല്ല ഇവിടെ പറയാൻ നടക്കുള്ളൂ എന്നുള്ളവരോട് സംസാരമല്ല. മതത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. എത്രയാ അതിന്റെ ഗൗരവമെന്നോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, പുരുഷന്മാര് പരസ്പരം ഔറത്ത് നോക്കരുത്. നമ്മൾ ഔറത്ത് നോക്കരുത്. അതാ നമ്മൾ ഫുട്ബോളിനെ എതിർക്കണത്. ഫുട്ബോൾ ഒരു എക്സസൈസ് ഉള്ള കളിയാണ്. പക്ഷേ അത് ഹറാമാകുന്നത് എവിടെയാണെന്നോ, അത് അവൻ പുരുഷന്റെ ഔറത്ത് മുട്ടും മറയണം, പൊക്കിളും മറയണം. പൊക്കിടിന്റെ മേത വസ്ത്രം കയറി നിൽക്കണം, മുട്ടിന്റെ താഴേക്കും വസ്ത്രം ഇറങ്ങണം. അതിന്റെ ഇടയിലുള്ളത് മൊത്തം ഔറത്താണ്. ഇത് നമ്മൾ കാണാൻ പാടില്ല. ഏത് പെണ്ണ് കാണാൻ പാടില്ല എന്നല്ല, പുരുഷന്മാര് തമ്മിൽ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് പുരുഷന്മാര് മടക്കി കുത്തരുത് എന്ന് പറയുന്നത്. മടക്കിയാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ മുട്ട് മാത്രമേ കാണുന്നുള്ളൂ, തൊട മാത്രമേ കാണുന്നുള്ളൂ. ശരിക്കും നോക്കാത്തോണ്ടല്ലേ, ഏകദേശം മൊത്തം കാണില്ലേ? അതിനെപ്പറ്റി ഒരു വിഷയം മനുഷ്യന്മാർക്കില്ല.
AP ഉസ്താദ് പലപ്പോഴും നിങ്ങൾ ആലോചിക്കുകയാണ്, മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകിച്ച് വലിയ വലിയ ടോപ്പ് അറബികൾ വരികയാണെങ്കിൽ മൂപ്പർ എന്താ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞുകാണ്ട് അറബികളെ ശ്രദ്ധ റോട്ടിക്ക് നോക്കാൻ അയക്കാതെക്കും. കാരണം എന്തായാലുണ്ടോ നോക്കിയാ മുസ്ലിം ഈ മടക്കുത്തിലൊക്കെ കാഫർ, പിന്നെ മുസ്ലിം ഇവിടെ എന്തിനാ പള്ളിയിൽ അറബി വയ്ക്കുക? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം മടക്കി കുത്തുക എന്നുള്ള ഒരു തസവ്വുറാവൂല. ഞാൻ കണ്ടിട്ട് പക്ഷേ ഞങ്ങള് AP ആ വണ്ടി ഞാനുണ്ട്. നമ്മളെ മഞ്ഞളാംകുഴി അലിന്റെ നാട്ടിൽ ഒരു മദ്രസക്ക് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ഒരു അറബിയിലേക്ക് പോകാം, കുവൈത്തിലെ അറബികളാണ്. അപ്പോ ഇവര് ഉസ്താദ് പറഞ്ഞ് മലപ്പുറം തന്നെ ഇനിയിപ്പോ അടങ്ങാറാവും നമ്മള് വർത്താനം നീ പറയാൻ നമ്മളെന്ന് പറഞ്ഞു. അങ്ങനെ കാണുകയാണ് ഈ അറബി പൂള കണ്ടപ്പോ എന്താന്ന് ചോദിച്ചു. വെച്ചിട്ട് പൂള എന്ന കപ്പയാന്ന് എന്താ AP പറഞ്ഞാറില്ല ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അവര് പറിക്കണം, അതിനെന്താ എങ്ങനെയാണ് കാര്യം. അപ്പൊ പറഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്ത് പോയി പറിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് കണ്ടൊക്കെ അതിർപ്പായിരിക്കും. ആ കൂട്ടത്തിൽ മാടിക്കുത്തിയോനെ കണ്ട അവൻ പറയും ആ കാഫറാണ് പറയും. അതുകൊണ്ട് ഇവർ കാണാതെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടുവിലൊക്കെ ഇരുത്തുക. നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇത് കൂടുതൽ ഇപ്പൊ അൽഹംദുലില്ലാ കുറെ കുറഞ്ഞിട്ടോ അല്ലേ, ഇപ്പൊ കുറെ അത് കുറഞ്ഞു. അപ്പൊ അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, പുരുഷന്മാരുടെ പരസ്പര ഔറത്ത് നോക്കരുത്. പെണ്ണുങ്ങൾ പരസ്പരം ഔറത്തിലേക്ക് നോക്കരുത്. പെണ്ണുങ്ങൾ ഔറത്ത് ഓളെ മുഖവും മുങ്കയും അല്ലാത്തത് അന്യപുരുഷന്മാരെ തൊട്ട് മൊത്തം അന്യപുരുഷന്മാർക്ക് മൊത്തം ഔറത്താണ്. പൊതുവെ പെണ്ണിന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുഖവും മുങ്കയും അല്ലാത്തത് ഒക്കെ പെണ്ണിന് ഔറത്താണ്. അപ്പൊ അത് പെണ്ണുങ്ങൾ പരസ്പരം കാണരുത് എന്നാ. പെണ്ണിന്റെ മാംസളമായ ശരീരം വേറെ പെണ്ണ് കാണരുത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഈ പെണ്ണ് അവളുമായി ബന്ധമുള്ള ഒരുത്തനുമായിട്ട് ഇവളെ പറ്റി വർണ്ണന നടത്തും. ഞാൻ കണ്ടതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആ അപകടം ഒഴിവാകാനത് ഉപകരിക്കും. പെണ്ണുങ്ങൾ പരസ്പരം ഔറത്ത് കാണരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നമുക്ക് സമയം ഇത് മാത്രം 2 ദിവസം അത് പറയേണ്ടതാണ്. കഴിഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കാര്യം പറയുന്നു, വലാ യുഫ്ദിർ റജുലു ഇലർ റജുലി ഫീ സൗബിൻ വാഹിദിൻ വലാ തുഫ്ദിൽ മർഅതു ഇലൽ മർഅതി ഫീ സൗബിൽ വാഹിദി. അതായത് 2 ആണുങ്ങൾ ഒറ്റ വസ്ത്രത്തിന്റെ ഉള്ളിൽ കിടക്കരുത്, 2 പെണ്ണുങ്ങൾ ഒറ്റ വസ്ത്രത്തിലായി കിടക്കരുത്, ഉപയോഗിക്കരുത് പറഞ്ഞാൽ നമ്മളുണ്ടാവും ചിലപ്പോൾ 2 ആണുങ്ങൾ ഒന്നിച്ച് നമ്മൾ യാത്രയായിട്ടിക്കോളൂ നിങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോ നമ്മളെന്താ വെച്ചാൽ ആകെ ഒരാളെ തുണിയെ നല്ല ഒരു കട്ടിങ് കാണുള്ളൂ. എന്നാ ഏതായാലും ഇപ്പൊ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയാൽ നമ്മൾ 2 ആളല്ലേ എന്ന് വിചാരിച്ചാണ്ട് ഈ 2 ആളും കൂടി ഒരാളെ തുണി കഴിച്ച് പോയിച്ച് കിടക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഹറാമിയത്ത് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം നിയമമാണ് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതപ്പോ എന്താ പറയണത്. ഇപ്പൊ 2 പുരുഷന്മാർ ഒരു തുണി ഉപയോഗിക്കാൻ പാടില്ല, 2 പെണ്ണുങ്ങൾ ഒരു മുണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. അത് സംഭവിക്കുമ്പോ നമ്മളിൽ ചില വിഷമങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഹറാമിയത്തായി മാറും. അത് ചെയ്യരുത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, 10 വയസ്സായാൽ ബാപ്പ സ്വന്തം മകളെ അടുത്ത് കിടത്തരുത്. എന്താ ഈ മുരമാരി അശ്ലീലം പറയണേ? അത് ആർക്കെങ്കിലും ഇപ്പൊ തോന്നുന്നുണ്ടോ? 70 വയസ്സുകാരൻ 8 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്ത പോലുമില്ലാത്ത അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ ഏറ്റവും നല്ല സഹാബത്തിനോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് നിയമം പറയുകയാണ്, 10 വയസ്സായി കഴിഞ്ഞാൽ വാപ്പ പിന്നെ സ്വന്തം മകളെ അടുത്ത് കിടത്തരുത്. 10 വയസ്സായ ഉമ്മ ആൺകുട്ടിയെ കൂടെ കിടത്തരുത്. 10 വയസ്സായ ആങ്ങളെയും പെങ്ങളും ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഉറങ്ങരുത്. എന്തിനാ റസൂലുള്ളാഹി അങ്ങനെയൊക്കെ സൂക്ഷിക്കേണ്ടത്? ഹറാമിയത്ത് വരാതിരിക്കാൻ. ഹറാമിയത്ത് വരരുത്, അതിനുവേണ്ടിയാ നിയമം പറയണേ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ നിയമം കേൾക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. കുൽ നബിയെ തങ്ങൾ പറയുക, ലിൽ മുഅ്മിനീന പുരുഷന്മാരോട്, മുഅ്മിനീങ്ങളോട്, യഗ്ളൂ മിൻ അബ്സാരിഹിം അവരെ കണ്ണു ചിമ്മാൻ പറയുക, വയഹ്ഫളൂ ഫുറൂജഹും ഗുഹ്യങ്ങളെ സൂക്ഷിക്കാനും പറയുക. ദാലിക അദ്കാലഹും, അത് അവർക്ക് നല്ലതാണ് നബിയേ. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്ന
യസ്നഊൻ, അവർ ഓരോരുത്തരും ചെയ്യുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കൂ നബിയെ, മുഅ്മിനീങ്ങളായ പുരുഷന്മാർ അവർ അന്യ പെണ്ണിനെ തൊട്ട് കണ്ണു ചിമ്മണം, ഗുയ്യത്തെ അവർ സൂക്ഷിക്കുകയും വേണം. സഹോദരിമാര് കേൾക്കുക, ഇത് നിങ്ങളോടാണ് അല്ലാഹു പറയുന്ന. സൂറത്തുൽ മുഅ്മിനീൻ നിങ്ങളോട് അല്ലാഹു പറയുകയാണ്, വഖുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളായ ഈ വഅദ് കേൾക്കാൻ വന്ന സകല പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കുവീൻ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരെ ഇരു കണ്ണുകളും ചിമ്മണമെന്ന്, വയഹഫദ്ന ഫുറൂജഹുന്ന, അവരെ ഗുഹ്യങ്ങളെ സൂക്ഷിക്കണമെന്നും, വലാ യുബ്ദീന സീനത്തഹുന്ന, അവളെ ഭംഗിയെ വെളിവാക്കരുതെന്നും, അവളെ ശരീരത്തിൽ നിന്ന് വെളിവായ ഭംഗിയല്ലാത്ത ഭംഗി. അത് പിന്നെ നിർവാഹമില്ലല്ലോ എന്നുള്ള പറയാ. അതെങ്ങനെ ശരീരത്തിൽ നിന്ന് വെളിവായതല്ലാത്ത ഭംഗി എന്ന് പറയുമ്പോൾ വെളിവായ ഭംഗി ഏതാണ്? പെണ്ണ് വസ്ത്രം ധരിച്ചാൽ തന്നെ ഭംഗിയല്ലേ? പെണ്ണ് വസ്ത്രം ധരിച്ചാൽ തന്നെ ഭംഗിയാണല്ലോ. അപ്പൊ വസ്ത്രം ധരിച്ചപ്പോഴുള്ള ഭംഗിയല്ലാതെ അതിപ്പോ മറക്കാൻ പോകുന്നില്ലല്ലോ. ഒരു പെണ്ണ് അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തിറങ്ങേണ്ടി വന്നാൽ ഓൾ വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടായ ഭംഗി അതിപ്പോ പറയാൻ നിർവാഹമില്ലല്ലോ. അതല്ലാത്ത അവൾ ഗോപ്യമായി വെക്കേണ്ട ആഭരണങ്ങൾ അതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഇന്നത്തെ മാതിരി നെറ്റിപ്പട്ടം കെട്ടിക്കാണ്ട് പോകാൻ പാടില്ല. പണ്ടൊക്കെ കാതിലുള്ള അലക്കത്ത് ആരെങ്കിലും കണ്ടിരുന്നോ? ഇന്ന് അതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കാണല്ലേ, നെഞ്ഞിമൽ ഇങ്ങനെ കെട്ടിയിട്ടും ഇവിടുന്ന് ഇങ്ങോട്ടൊന്നാണ്ട് അവിടുന്ന് ഇങ്ങോട്ടൊന്ന്, അതുപോലെ അങ്ങോട്ട് എലമപ്പൊട്ടി അവിടുന്ന് ഇങ്ങോട്ട് കലമപ്പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് ചെയ്യരുത്. പിന്നെ വസ്ത്രം ധരിച്ചാൽ തന്നെ പെണ്ണായകാണ്. ആ ഭംഗി അല്ലാത്ത ഭംഗി വെളിവാക്കരുത്. ഇതിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഞാൻ അതിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെണ്ണ് അത് സൗന്ദര്യമാണ്. അതുകൊണ്ട് വസ്ത്രം ധരിച്ച് അവൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ആ ഒരു വിഷയമല്ലാതെ അവളെ ഭംഗി ഒന്നും പുറത്തേക്ക് കാണിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, വൽയളിരിബിന ബിഖുമുരിഹിന്ന അരാജിയൂബിഹിന്ന, മക്കന കൊണ്ട് അവളെ ശിരസ്സും കഴുത്തും മാറിടങ്ങളും മറക്കട്ടെ നബിയെ, പറഞ്ഞു കൊടുക്കീൻ. മക്കന ഇടട്ടെ എന്നല്ല, ആ മക്കന ഇങ്ങനെ ഇങ്ങോട്ടിടാതെ ആ മക്കനന്റെ അങ്ങേ തല മുഖത്തേക്കും കഴുത്തിലേക്കും നെഞ്ചിന്റെ ഭാഗത്തേക്കും തൂക്കിയിടാൻ പറയൂ നബിയേ. പെണ്ണിന്റെ അഴക് മുൻവശത്ത് വസ്ത്രം ധരിച്ചാലും ആ അഴക് പുറത്തേക്ക് കാണും. അത് കാണാതിരിക്കാൻ അവളോട് ബുർഹ ഇടാൻ അല്ലാഹു പറയണു. ബുർഹക്ക് തെളിവില്ല ചിലർ പറയണേ. ആരാണിത് പറഞ്ഞത്? പിന്നെ ഇതിനെന്താ നമ്മൾ അർത്ഥം വെക്കുക? അവളെ മക്കന കൊണ്ട് ശിരസും കഴുത്തും മാറിടങ്ങളും മറക്കട്ടെ നബിയെ, അത് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കൂ. അപ്പൊ പെണ്ണിന്റെ ഈ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊന്നും പുറത്തേക്ക് ദർശിക്കാതിരിക്കാൻ വേണ്ടി അവൾ ഈ മക്കനയുടെ അഗ്രം അവൾ മുന്നിലേക്ക് താഴ്ത്തിയിട്ടിട്ട് ആകെ മറച്ചു നടക്കട്ടെ. ഇനി അവളെ ഭംഗി വെളിവാക്കരുത്. പെണ്ണിന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, അതവൾ വെളിവാക്കരുത്. അവിടെ തന്നെ പണ്ഡിതന്മാര് പറയുന്നത് മുഖവും മുങ്കയ്യുമാണ്. അത് മാത്രം കാണാൻ പറ്റുന്ന ആളുകൾ ആര്? അവിടെയാണ് ചർച്ച. വലായുബദീന സീനത്തുഹുന്ന, പെണ്ണിന്റെ ആഭരണം അവരുടെ മുങ്കയ്യ് മുഖം, ഇതാണ് പ്രത്യക്ഷമായ ഭംഗി. ഈ ഭംഗി വെളിവാക്കരുത്. ഇല്ലാലി ബൂരത്തിഹിന്ന, ഭർത്താവിന്റെ മുന്നിലല്ലാതെ. ഭർത്താവ് ഉണ്ടാവുമ്പോഴേ ഓള് അണിഞ്ഞൊരുങ്ങാവൂ. ഇന്നിപ്പോ രാവിലെ കാലിച്ചായം കുടിച്ചുകൊണ്ട് പുതിയാപ്പുഴ റോട്ടുമൊക്കെ ഇറങ്ങിയ മൂപ്പര് പീഡിയത്തിന്റെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പെണ്ണിങ്ങനെ അടിപൊളി ഇങ്ങനെ പോണേ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ തോണ്ടിക്കാണ്ട് അപ്പൊ മറ്റോ എന്റെ പെണ്ണുങ്ങളല്ലേ ഓളോ? ആ ഓളന്നെയാണിതേ. ഓള് പുറത്തിറങ്ങുമ്പോഴാണ് ഇങ്ങനെ. അന്റെ അടുത്ത് നിൽക്കുമ്പോഴോ, അന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഓള് മൂക്ക് പിഴിഞ്ഞാൽ വരെ അത് മാക്സിയിൽ, പത്തിരിച്ചട്ടിന്റെ കൈരി അത് നെഞ്ചുമൂടുണ്ട്. കുട്ടിനെ എടുത്തപ്പോ കുട്ടി പാത്തി, ഈ കുട്ടി നെഞ്ചുമൂടാണ് പാത്തുകയാണെങ്കിൽ ഈ കുട്ടിന്റെ ഒരു പണിയെന്ന് പറഞ്ഞാൽ ആ മൂത്രം ഇങ്ങനെ തുടച്ചിക്കാണ്ട് അത് ചന്തി വരും. എന്നിട്ട് ഈ കുപ്പായ കെട്ടുകാണ്ട് അന്റെ അടുത്തേക്ക് വരിക. നമ്മളെ പുതിയാപ്പളല്ലേ.
അതേ സമയത്ത് പുറത്തുള്ളോർക്ക് ഇവളെ ഭംഗി കൊടുക്കും. അത് ചെയ്യരുത്. അനക്കുള്ള ഭംഗി വെളിവാകാം. ആരുടെ മുന്നിലൊന്നോ ഇല്ലാതിപൂരത്തിഹിന്ന അന്റെ ഭർത്താവിന് നിന്റെ ഭംഗി ആസ്വദിക്കാം. ആസ്വദിക്കേണ്ടത് പോലെ ആസ്വദിക്കാം. എന്നാൽ ഇനി പറയുന്നവർക്കൊക്കെ ആസ്വദിക്കാന്നല്ല. ഇനി കുറെ ആൾക്കാരെ പറയുന്നുണ്ട്, അവര് പെണ്ണിനെ ആസ്വദിക്കണമെന്നല്ല, മറിച്ച് പെണ്ണിന്റെ വെളിവായ മുഖവും മുങ്കയും കാണൽ അനുവദനീയമായ പുരുഷന്മാർ പിന്നാരൊക്കെയാണെന്ന പ്രതിപാദ്യം. അത് പറയണു. മക്കളെ മുന്നിലല്ലാതെ. അപ്പൊ മക്കൾക്ക് ഉമ്മാന്റെ മുഖം കാണാ, മുങ്കയ്യ് കാണാ, വേണമെങ്കിൽ കാലൊക്കെ ഒന്ന് പൊന്നിച്ചപ്പോ മുട്ടിന്റെ താഴെ വേണമെങ്കിൽ മകന്റെ മുന്നിൽ വെളിവായെങ്കിൽ ഇപ്പൊ അതിന്റെ പേര് ശിക്ഷല്ല. വെളിവാക്കണം എന്നല്ല, അതിന്റെ മുന്നിൽ ഇപ്പൊ ശിക്ഷല്ല, ഉമ്മയല്ലേ, അപ്പൊ ചിലപ്പോ തലമുടി കാണാം, അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും. അതുകൊണ്ടാണ് ഈ പെണ്ണ് വസ്ത്രം ധരിച്ച് മാറ്റിപ്പോകാത്തൊരവസ്ഥ ഉണ്ടല്ലോ, പൊരയിലൊരവസ്ഥ ഉണ്ടാവുമല്ലോ, ആ അവസ്ഥ ആ നിലക്ക് ആർക്കൊക്കെ കാണാമെന്നാ ഖുർആന്റെ ചർച്ച. അത് ഭർത്താവിന് കാണാം, ഭർത്താവിന് അത് മാത്രമല്ല, ഭർത്താവിന് മൊത്തം കാണാം, അത് വേറെ വിഷയം. അതേ സമയത്ത് ഭർത്താവിന് ഇവളെ ഭംഗി കാണാം. ഭംഗി എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കണം, ഇവളെ മൊത്തമുള്ള അഴകല്ല, ഇവൾക്ക് വെളിവാകുന്ന, മൂടിപ്പൊതിച്ചില്ലെങ്കിൽ വെളിവാകുന്ന മുങ്കയ്യ്, മുഖം, ആഭരണങ്ങൾ, അതുപോലെ കാലിന്റെ ഈ ഭാഗങ്ങളൊക്കെ, ഇത്തരം സംഗതികളൊക്കെ ആർക്ക് കാണാം? ഭർത്താവിന് കാണാം, മക്കൾക്ക് കാണാം. ഔ അബിനായി പൂരത്തിന്ന ഭർത്താവിന്റെ മക്കൾക്കും കാണാം. അതെങ്ങനെയാ? എന്റെ മക്കളല്ലാത്തവന് ഭർത്താവിന് മക്കളുണ്ടോ? അങ്ങനെ ഉണ്ടാവും. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. ആദ്യത്തെ കുട്ടികളുണ്ട്. ആദ്യത്തിലുള്ള കുട്ടികൾക്ക് ഇവളെ ഈ ശരീരത്തിന്റെ ഈ ഭാഗങ്ങൾ കാണുന്നതിന് കുഴപ്പമില്ല. അപ്പൊ എത്ര ആൾക്കാരായി? ഭർത്താവ്, മകൻ. ഇവളിലല്ലാതെ ഭർത്താവിന് വേറെ മകനുണ്ടെങ്കിൽ ആ മകനും കാണാം. ഔ ഇഖ്വാനിഹിന്ന സഹോദരന്മാർക്ക് കാണാം. ഔ ബനി ഇഖ്വാനിഹിന്ന സഹോദരന്മാരെ മക്കൾക്കും കാണാം. ഔ ബനി അഖ്വാതിഹിന്ന സഹോദരിമാരെ മക്കൾക്കും. അപ്പൊ സഹോദരന്മാർക്കും സഹോദര സഹോദരിമാരുടെ ആൺകുട്ടികൾക്കും, കുട്ടികൾ പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്കും കാണാവും, പിന്നെ ഭംഗി കാണാവുന്നതാണ്. ഔ നിസായിഹിന്ന അവളെപ്പോലോത്ത ആശയപ്പൊരുത്തമുള്ള മുസ്ലിം പെണ്ണുങ്ങൾക്കും കാണാം. ഒരേ ആദർശക്കാരായ മുസ്ലിം പെണ്ണുങ്ങൾക്ക് അങ്ങനെ പരസ്പരം അവരെ മുഖവും മുങ്കയും കാണുന്നതിന് കുഴപ്പമില്ല. അല്ലാത്തൊരു കാണിക്കാൻ പാടില്ല. ഉമർ ഫാറൂഖ് തങ്ങള് ഭരണം നടത്തുമ്പോ ഒരു ഏരിയയിൽ ഇങ്ങനെ ആണും പെണ്ണും ഇങ്ങനെ, അല്ല, മുസ്ലിം പെണ്ണുങ്ങളും മുസ്ലിങ്ങളല്ലാത്ത പെണ്ണുങ്ങളും ഒന്നിച്ചു കുളിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോ കർശനമായി ഇടപെട്ടിട്ട് അവിടുത്തെ ഗവർണർക്ക്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് താക്കീത് നൽകി. മുസ്ലിം പെണ്ണും മുസ്ലിം അല്ലാത്ത പെണ്ണും പരസ്പരം ശരീരം കാണാൻ പാടില്ല. അത് മതസൗഹാർദ്ദം തകരണ വർത്താനല്ല, പെണ്ണുങ്ങൾ കാണാനല്ല, ശരീരത്തിന്റെ അഴക്. അങ്ങനെ ഈ പെണ്ണിന്റെ മുഖം, മുങ്കയ്യ് പോലുള്ള സംഗതികളൊക്കെ നമ്മളെ ഏറ്റവും അടുത്ത പെണ്ണുങ്ങൾക്കല്ലാതെ നമ്മളുമായി ബന്ധമില്ലാത്ത പെണ്ണുങ്ങൾ കാണാൻ പാടില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അപകടം വരും, സൂക്ഷിക്കണം ഖുർആൻ പറയും. അതുപോലെ ഔമാ മലക്കത്ത് അയ്മാനുഹുന്ന അടിമത്വമുള്ള കാലഘട്ടത്തിലെ നിയമമാണ് ആ പറയുന്നത്. ഇന്നതില്ല, അത് ഇസ്ലാം ഇല്ലാതെയാക്കി. ഇസ്ലാം വന്ന കാലത്ത് അടിമകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല. ഘട്ടമായി അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒഴിവാക്കി ഇസ്ലാം. അപ്പൊ ആ അടിമത്വത്തിന് മോചിപ്പിച്ചു തീരുന്നതിന്റെ മുമ്പുള്ളൊരു നിയമം പറയാണ്, അടിമ ഉണ്ടെങ്കിൽ ഈ പെണ്ണിനെന്താക്കാം, അടിമയായ പുരുഷന് കാണാം. അതുപോലെ തന്നെ നമ്മളെ ചില പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില വൃദ്ധന്മാർ, പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന വൃദ്ധന്മാരെന്തിനാണ്? അവർക്ക് ലൈംഗികമായ ഒരു വിചാരമില്ല. അവര് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കിട്ടാൻ വന്ന, പിന്നെ അവിടെ തൊടിയിലും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ഒരു വയസ്സനാ. അയാൾക്ക് ഇങ്ങനത്തെ ലൈംഗിക ഷണ്ടത്തുള്ള ആളാണ്. പെണ്ണ് എന്നുള്ള ഒരു ചിന്തയില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ശൈലി ഉണ്ടോ, ചില പുരുഷന്മാരിൽ ഈ ലൈംഗികമായി ഒരാഗ്രഹം പോലുമില്ലാത്ത ഷണ്ടത്വമുള്ള ചുറ്റിപ്പറ്റി നടക്കുന്ന ചില പുരുഷന്മാർ. നമ്മൾ ചില വയസ്സന്മാരുണ്ട്, പീഡയ്ക്ക് പറഞ്ഞേക്കാം വീടിനെ, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാൻ ആ പട്ടിയും പാളിങ്ങനെ വലിച്ചുകൊണ്ടാ ഏൽപ്പിക്കണേ, ഇങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിടി ഭക്ഷണം കിട്ടാൻ വേണ്ടി വരണേ, അങ്ങനത്തെ വല്ല വയസ്സന്മാര്, ലൈംഗിക ഷണ്ടത്വമുണ്ടെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും വയസ്സന്മാർ, അവരിപ്പോ ഈ മുങ്കയും മുഖൊന്നും കണ്ടതിന് കുഴപ്പമില്ല.
പിന്നാരാണ് ഖുർആൻ പറയുന്ന അബിത്തിഫിരില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണിന്റെ ഔറത്തുകളെ പറ്റി ഒരു വിവരവുമില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങൾ. പെണ്ണിന്റെ ഔറത്തിനെ പറ്റി ഒരു വിവരമില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, LKG വളരെ ചെറിയ കുഞ്ഞു മക്കൾ, അവര് നിന്റെ ശരീരത്തിൽ നിന്ന് പ്രത്യക്ഷമായ ഭംഗി കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് കുറെ അപ്പൊ ആർക്കൊക്കെ പിന്നെ ഇതിൽ പറയാൻ ആരൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ? സ്വന്തം ഭർത്താവ്, സ്വന്തം ആൺമക്കള്, ഭർത്താവിന് വേറെ കൂട്ടത്തിലുള്ള ആൺമക്കൾ, സഹോദരന്മാർ, സഹോദരിമാരുടെ ആൺമക്കൾ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ, അടിമകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അടിമകൾ, അതുപോലെ പെണ്ണിനെ പറ്റി ഒരാവശ്യമില്ലാത്ത ഷണ്ടത്തം ബാധിച്ച വയസ്സന്മാർ, പെണ്ണിനെ പറ്റി ഒരു കഥ അറിയാത്ത KG സൈസ് കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഈ 8 വിഭാഗത്തെ പെണ്ണി അവർക്ക് നിങ്ങളുടെ ശരീരത്തിലെ മുഖം കാണാം, മുൻകൈ കാണാം, ആഭരണങ്ങൾ കാണാം. യഥാർത്ഥത്തിൽ സ്വന്തം വാപ്പ, ഭർത്താവിന്റെ അതുപോലെ തന്നെ ഭർത്താവിന്റെ വാപ്പ, നമ്മൾ എണ്ണിയിലും ഔ ആബായി ഭൂരത്തിഹിന്ന, പെണ്ണിന്റെ ഭംഗി വെളിവാക്കരുത്, ഇല്ലാതി ഭൂരത്തിഹിന്ന, ഭർത്താവിന്റെ മുന്നിലല്ലാതെ, ഔ ആബാഹിന്ന, വാപ്പന്റെ മുന്നിലല്ല, വാപ്പക്കല്ലാതെ, ഔ ആബായി ഭൂരത്തിഹിന്ന, ഭർത്താവിന്റെ വാപ്പ, ഭർത്താവിന്റെ വാപ്പ അന്യരല്ല, അവർക്ക് എന്താക്കാം, മരോളുടെ ശരീരം കാണാം, കാട്ടിക്കൊടുക്കുക എന്നുള്ളതല്ല. ഈ പെണ്ണിന്റെ ഉദാഹരണമാണ്, പരി നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്താക്കാം, ഒരു പെണ്ണിന് അടിച്ചു തരുമോ ഒട്ടിക്കോളിങ്ങൾ. അപ്പൊ ആ പെണ്ണിന് ചളിയാകാതാക്കാൻ വേണ്ടി ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെളിവാക്കൽ. ശരിക്കും പറയാം, മുട്ടുപൊക്കിളിന്റെ ഇടയിൽ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ വാപ്പക്കോ മക്കൾക്കോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ കാണേണ്ടി വന്നാൽ അതിന്റെ പേരെന്തില്ല, കുറ്റങ്ങളൊന്നുമില്ല. ഈ കൂട്ടത്തിൽ ഇപ്പൊ എണ്ണാത്ത കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അതാരായിട്ടുണ്ട്? എളാപ്പ മുത്താപ്പന്മാരും അമ്മാവന്മാരും. അതിപ്പോ ഇവിടെ കൊണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുഫസ്സിറുകളും തഫ്സീറുകളിലും അതുപോലെ നമ്മുടെ ഫുഖഹാവും അവരും കൂടി ഈ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. ബാപ്പന്റെ ജ്യേഷ്ഠാനുജന്മാര്, അതുപോലെ ഉമ്മന്റെ ആങ്ങളാര്, അപ്പൊ അമ്മാവന്മാരും എളാപ്പ മുത്താപ്പന്മാരും, അവർക്കും ഈ പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ കാണേണ്ട ഘട്ടം വന്നാൽ കാണുന്നതിന് കുഴപ്പമില്ല. അതാണ്. ഭർത്താവിന് പോലും പെണ്ണിന്റെ ശരീരം മൊത്തം കാണാൻ പാടില്ല, കാണാൻ പറ്റാത്ത ചില ഏരിയകളുണ്ട്, നോക്കാൻ പാടില്ലാത്ത ഏരിയ ഉണ്ട്. അപ്പം ഈ പറയപ്പെട്ട ആളുകൾക്ക് ഭംഗി വെളിവാക്കാമെന്ന് പറഞ്ഞാൽ അവർക്കത് വെളിവാക്കി കൊടുക്കരുത്. പക്ഷേ ചില ഘട്ടങ്ങൾ, ഉദാഹരണം പറയാണ്, നമ്മളെ ഉമ്മ വീണുപോയി, ഉമ്മാനെ മകൻ താങ്ങിയെടുക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ മുട്ടുപൊക്കിളിന്റെ ഇടയിലില്ലാത്ത സ്ഥലങ്ങളൊക്കെ കാണേണ്ടതായ ചില സാഹചര്യങ്ങൾ വരും. അതുപോലെ ഉമ്മനെ കുളിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു മകന്. ഇങ്ങനത്തെ ഘട്ടങ്ങൾ വരും. അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ പോലും പെണ്ണിന്റെ ശരീരങ്ങൾ കാണാവുന്ന പുരുഷന്മാർ ആരൊക്കെയാണ്? ഈ പറയപ്പെട്ട പുരുഷന്മാരല്ലാതെ വേറെ ഒരു പുരുഷനും, അത് മീൻകാരനായാലും പാൽക്കാരനായാലും പത്രം വിതരണക്കാരനായാലും വളക്കച്ചവടക്കാരനായാലും തുണിഷാപ്പുകാരനായാലും ടൈലറുകാരനായാലും പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും കാണാൻ പാടില്ല. അപ്പൊരു കാര്യം ഇപ്പൊ നമ്മൾ തീരുമാനിച്ചു, നടക്കൂലട്ട മൂല്യാരെ, നടക്കൂല. എന്നാ നിങ്ങളെ വൈക്കുകൾ നടക്കുക എന്നല്ലാതെ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞത് നിർവാഹമല്ല. ആര് പറഞ്ഞു നടക്കൂല എന്ന്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയണു, പെണ്ണിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ചോദിക്കാനുണ്ടെങ്കിൽ മറയ്ക്ക് പിന്നിൽ നിന്ന് നിങ്ങൾ ചോദിക്കണം. പെണ്ണുമായി സംസാരിക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഒരു പെണ്ണിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പുരുഷന് ഇങ്ങോട്ടും ചോദിക്കാം, പെണ്ണിന് ഇങ്ങോട്ടും ചോദിക്കാം, ആണിന് അങ്ങോട്ടും ചോദിക്കാം. പക്ഷെ പരസ്പരം മറ വേണം. ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സഹോദരിമാരെ, നിങ്ങളോട് ഡംബ്, അഹങ്കാരം പാടില്ല എന്നും ഈ ആയത്തിൽ പറയുന്നു. വലാ യദ്രിബിന ബിഅർജുലിഹിന്ന, കാലിട്ട് അടിക്കരുതേ പെണ്ണുങ്ങളെ. ഇത് ഞാനല്ല പറയുന്നത്, ഖുർആനാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സൂറത്തുൻ നൂർ മറിക്കണം. സൂറത്തുൻ നൂർ മറിച്ചാൽ ഈ ആയത്ത് നിങ്ങൾക്ക് ഓതാൻ സാധിക്കും. വലാ യദ്രിബിന ബിഅർജുലിഹിന്ന, കാലിട്ടടിക്കരുത്. എന്തിന്? മറച്ചു വെക്കേണ്ട ഭംഗി വെളിവാക്കാൻ വേണ്ടി. പാൽസാരം കിലുങ്ങാൻ വേണ്ടി. പാപ്പ വന്നപ്പം കൊടുന്ന പാൽസാരാണ്.
അതിപ്പോ നെറ്റിമ കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് കാൽമ കെട്ടിയത്, പൽസാരായതുകൊണ്ട്. അതുകൊണ്ട് അത് മനുഷ്യന്മാരറിയാൻ വേണ്ടിയിട്ട് വള കിളിങ്ങ, പാൽസാരം കിളിങ്ങ, അങ്ങനെ കിലുക്കി നടക്കരുത് എന്നാ ഇതിന്റെ അർത്ഥം. കിലുക്കി നടക്കരുത്. പെണ്ണ് നടക്കുമ്പോ അതിനൊക്കെ ഒരു ഒതുക്കം വേണം. അപ്പൊ ഞങ്ങള് പെണ്ണുങ്ങൾ ഇങ്ങനെ അടുക്കള പൂക്കളായിട്ട് ഇങ്ങനെ ഉണ്ടാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ പുരുഷന്മാരെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാകുന്നു പെണ്ണുങ്ങളെ. നിങ്ങളെ ഒറ്റപ്പെടുത്തിയതല്ല, ഇന്നത്തെ പുരുഷന്മാരെ വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വരണേ സഹോദരന്മാരെ, ചുരുക്കത്തിൽ വളരെ സൂക്ഷിക്കണം കേട്ടോ. എന്തിനാണ് സൂക്ഷിക്കാൻ പറഞ്ഞതെന്നോ? വ്യഭിചാരം സംഭവിക്കാതിരിക്കാൻ. വ്യഭിചാരം സംഭവിക്കാതിരിക്കാൻ തന്നെയാണ് ബഹുഭാര്യത്വം പറഞ്ഞത്. ബഹുഭാര്യത്വം എന്ന് കേൾക്കുമ്പോൾ കുന്തിരിയല്ല കുറെ മനുഷ്യന്മാർക്ക്. കുന്തിരിക്ക എന്തിനാണത്? എന്താ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാം ഒരു നിയമം ഉണ്ടാക്കുമ്പോ ആ നിയമം സമ്പൂർണ്ണാകണം. ഉദാഹരണം പറയാ, ഇപ്പൊ ഇവിടെ നമ്മൾ കരണ്ടാണ് പോയി നിൽക്കാം. കരണ്ട് പോകുമ്പോ ഇവിടെ ജനറേറ്റർ നേരത്തെ കൊണ്ടുവച്ചെങ്കിലല്ലേ കരണ്ട് പോയാൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരാൾ പറയാ, എന്തിനാ ജനറേറ്റർ? കരണ്ട് തന്നെ പോരെ. അവന് കരണ്ട് പോവുകയാണെങ്കിലോ അപ്പാട് പോയി കൊണ്ടുവന്നാ പോരെ. അപ്പൊ സെറ്റ് എടുത്താ സെറ്റ് ഇടണോ പാർത്താ പോയി കൊണ്ടുവരുന്നെ. അപ്പൊ അത് നല്ല മനുഷ്യന്മാരോ ഉണ്ടാതെ കുത്തുറക്കന്നെ. അതൊരു ഒരു നിയമം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമാകാം. ഒരു വയത് സംഘടിപ്പിക്കുകയാണ്. അപ്പൊ സ്പീക്കർ സെറ്റ് ഏൽപ്പിച്ചപ്പോ ജനറേറ്റർ ഏൽപ്പിക്കും. എന്തിനായിരുന്നോ? കരണ്ട് പോയാൽ ഉപയോഗിക്കാനാണ്. അത് സ്റ്റെപ്പിനായി എടുത്തുണ്ടാവുമ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ ഒരു ഓഫീസിൽ ചെന്നപ്പോ, ഒരു ഓഫീസിലേക്ക് നമ്മൾ കയറി ചെന്നപ്പോ അവിടെ ഉണ്ട് മണലിട്ട് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റ്. ആ ബക്കറ്റിന്റെ അടുത്തൊരു ബോർഡുണ്ട്, ഇവിടെ തുപ്പുക. അതിന്റെ അർത്ഥം ആ ഓഫീസിലെത്തുന്ന കൈ കാറിക്കളച്ച് തുപ്പണം എന്നല്ല. പിന്നെ എപ്പോഴെങ്കിലും സംഗതി വശാൽ തുപ്പാ മുട്ടിയാല് എന്ത് ചെയ്യണം? പുറത്തോടിയും തുപ്പരുത്. ജനാന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് മുറ്റത്ത് തുപ്പരുത്. തുപ്പാൻ മുട്ടിയാല് ഈ മണലിട്ട് നിറച്ചു വെച്ച ബക്കറ്റിലേക്ക് തുപ്പാവൂ. അല്ല, തുപ്പാൻ വേണ്ടി വെച്ചതല്ല. ഇതുപോലെ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞത് ഇസ്ലാം ഇവിടെ വെച്ചായിരുന്നെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഒരു പുരുഷൻ വ്യഭിചരിക്കരുത്. അവിടെ പ്രശ്നം. ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ ഭാര്യ നിത്യരോഗിയാണ്. ഡോക്ടർ പറഞ്ഞു ഒരു കഥയില്ല ഉസ്താദ്, ഒരു കാര്യമില്ല, ഇത് ഇനി ഒരു നിലക്കും രക്ഷപ്പെടൂല കേട്ടോ, ഒരു രക്ഷപ്പെടൂല, ശാരീരികമായി യാതൊരു കാര്യമില്ല. എന്നാൽ ഇസ്ലാം പറയുന്നത് ഈ പെണ്ണിനെ ഞാൻ തലാക്ക് ചെല്ലിയാൽ ഈ പെണ്ണിനെ ഞാൻ ആരും ഏറ്റെടുക്കൂല. അപ്പൊ ഈ പെണ്ണിന്റെ അന്നം മുടങ്ങും, കുടുംബക്കാർക്കൊരു ബാധ്യതയാവും. ഇന്ന് വരെ എന്നെ സഹായിച്ച പെണ്ണാണ്, എനിക്ക് ചൂട് പാർന്ന പെണ്ണാണ്. ഇന്ന് അവൾക്ക് സുഖമില്ല എന്നതിന്റെ പേരിൽ എനിക്ക് അവളെ കൈ വയ്ക്കുന്നത് ശരിയല്ല. അപ്പൊ അവളെ നിലനിർത്തിക്കൊണ്ട്